ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി കുറേ പേരൊക്കെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബീഫ് വെച്ചിട്ടുള്ള ഒരു മപ്പാസാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ സാധാരണ സ്റ്റൂ ഒക്കെയുള്ള ബീഫ് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് മപ്പാസ് നമുക്ക് ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേയധികം ക്രിസ്മസിൻ്റെ റെസിപ്പീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഈ അടുത്ത് ഡക്ക് മാപ്പാസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സാരൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീഫ് മാപ്പാസ് ഉണ്ടാക്കാൻ തുടങ്ങാം. മാപ്പാസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. ബീഫ് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരമായിട്ട് നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. വിനാഗിരി നാരങ്ങ നീരെല്ലാം ചേർക്കുമ്പോഴത്തേക്കും ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ബീഫ് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 15 മിനിറ്റ് കുക്ക് ചെയ്യും. അതിനുശേഷം സ്റ്റീം പോകുമ്പോൾ തുറന്ന് നോക്കാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് ഇത് പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. മാപ്പാസിന് ആവശ്യമായ തേങ്ങാപ്പാലാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് രണ്ടാം പാലും 1.5 കപ്പ് ഒന്നാം പാലുമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഫ്രഷ് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് പൗഡറോ കലക്കി ചേർക്കാം. പക്ഷെ ഫ്രഷ് തേങ്ങ ഉപയോഗിച്ച് മാപ്പാസ് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് 1 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 8 പച്ചമുളക് നീളത്തിൽ കീറിയത്. പച്ചമുളക് നിങ്ങളുടെ എരിവിന്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 6 ഏലക്ക, ഒരു ചെറിയ കഷ്ണം തക്കോലം, 6 കറാമ്പ്, 2 ചെറിയ കഷ്ണം പട്ട. മാപ്പാസിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കുറുകലും കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കശുവണ്ടി ഇതിൽ അരച്ച് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 25 കശുവണ്ടി ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. മാപ്പാസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാ വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ നമുക്കിതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പ്, തക്കോലും കൂടി ചേർത്ത് കൊടുക്കണം. മസാല എല്ലാം ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. മസാല ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. മസാല എല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ സവാളയെല്ലാം മൂത്ത് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നല്ലപോലെ വഴറ്റാം. പൊടികൾ ചേർത്ത് 3-4 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം.
ഉരുളക്കിഴങ്ങ് ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2.5 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ബീഫ് വേവിച്ചപ്പോഴത്തേക്കും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, ഉപ്പ് കൂടി പോകരുത്. ബീഫ് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പാനിൽ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിയുമ്പോൾ പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കശുവണ്ടി ഇപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാപ്പാസിലേക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി അരച്ച് കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ തിക്കാണെങ്കിൽ അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കശുവണ്ടി അരച്ചത് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കശുവണ്ടി എല്ലാം ചേർത്ത് കഴിഞ്ഞ് മാപ്പാസ് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. കുറുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞ് മാപ്പാസ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടുതൽ തിളക്കാനൊന്നും അനുവദിക്കരുത്. മാപ്പാസ് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ മാപ്പാസ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മാപ്പാസിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരമായിട്ട് നെയ്ക്ക് വെളിച്ചെണ്ണ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 10 കശുവണ്ടി ഇട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ കശുവണ്ടി ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ കശുവണ്ടി എല്ലാം മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ബാക്കി നെയ്യിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 3 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി താളിച്ചെടുത്തത് നമുക്ക് മാപ്പാസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നാവിൽ കൊതിയൂറ് നമ്മുടെ ബീഫ് മാപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.